الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് യഥാർത്ഥ വിജയത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ ഏറെ സഹിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രബോധന ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. തൻ്റെ ഉമ്മത്ത് അഥവാ തൻ്റെ സമുദായം നാളെ പരലോകത്ത് രക്ഷപ്പെടുകയും അവർ സ്വർഗാവകാശികളായി തീരുകയും ചെയ്യണമെന്ന അതിയായ ആഗ്രഹം നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരന്മാരെയും ഇനി ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുസ്ലിമീങ്ങളെയും വിശ്വാസികളെയും അങ്ങേയറ്റം പ്രവാചകൻ ഇഷ്ടപ്പെടുകയും പ്രവാചകൻ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകനോട് വിശ്വാസികളായ നമുക്കുണ്ടായിരിക്കേണ്ട, നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും സഹിച്ച ആ പ്രവാചകനോട് നമുക്കുണ്ടാകേണ്ട ബാധ്യത എന്താണ്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ബാധ്യതകൾ നമുക്കുണ്ട്. ആ ബാധ്യതകൾ പണ്ഡിതന്മാർ ശുറൂത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ വചനത്തോടുള്ള ഷറത്തുകൾ വിവരിച്ച കൂട്ടത്തിൽ വളരെ സുദീർഘമായി വിവരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 ബാധ്യതകൾ ഞാൻ നിങ്ങളും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിക്കേണ്ട, ആ പ്രവാചകന് നമ്മൾ നൽകേണ്ട, ആ പ്രവാചകനോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം അൽ ഈമാനു സ്വാദിഖു ബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആ പ്രവാചകനിൽ സത്യസന്ധമായ വിശ്വാസം ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് ഉണ്ടാകണമെന്നുള്ളതാണ്. പരിപൂർണമായും സത്യസന്ധമായ വിശ്വാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് അല്ലാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ ഉടനെ
ഒരുപാട് സ്ഥലത്ത് പല തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരിൽ ലദീ അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. വറസൂലിഹി, അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. വന്നൂരിൽ ലദീ അൻസൽനാ, നാം നിങ്ങൾക്ക് പ്രകാശമായി ഇറക്കി തന്നിട്ടുള്ള, അവതരിപ്പിച്ചു തന്നിട്ടുള്ള ആ വേദഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കണം. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി അല്ലാഹു അറിയുന്നവരാണ് എന്നാണ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തു തആബുനിൽ അവിടുന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ ഒന്നുകൂടി വിശദമായി ഇത് പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറാ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. തഖ്വയോടുകൂടി, ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ജീവിക്കണം. വആമിനൂ ബിറസൂലിഹി, അവന്റെ പ്രവാചകനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ വിശ്വസിക്കണം. യൂതികും കിഫ്ലൈനി മിർ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടിരട്ടി അവൻ നിങ്ങൾക്ക് നൽകും. അവന്റെ റഹ്മത്തിൽ നിന്ന് 2 പകുതി നിങ്ങൾക്ക് അവൻ നൽകും. ആ റസൂൽ നിങ്ങൾ വിശ്വസിക്കണം. വയജ്അൽ ലക്കും നൂറാ തംശൂന ബിഹി, നിങ്ങൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ യോഗ്യമായ ഒരു പ്രകാശത്തെ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. എന്തു വേണം? ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ, അവൻ നിങ്ങളുടെ പോരായ്മകൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കാരുണ്യവാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവന്റെ കാരുണ്യത്തിൽ നിന്നുള്ള 2 പകുതിയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു പ്രകാശത്തെ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തരും. അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സത്യസന്ധമായ വിശ്വാസം ആ പ്രവാചകനിൽ നിന്നുണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഉമിർതു അൻ നുഖാതിലൻ നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വയുമിനൂ ബി വബിമാ ജിഅ്തു ബിഹി എന്നാണ് റസൂലുള്ളാഹി പറയാ. എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അൻ നുഖാതിലൻ നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ആളുകളോട് യുദ്ധം ചെയ്യാൻ. ഏതുവരെ യുദ്ധം ചെയ്യണം? ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന സാക്ഷ്യം അവർ അംഗീകരിക്കുന്നത് വരെ. അത് മാത്രം മതിയോ? പോരാ. വയുമിനൂ ബി, എന്നിൽ അവർ വിശ്വസിക്കുന്നത് വരെ. അത് മാത്രം മതിയോ? പോരാ. വബിമാ ജിഅ്തു ബിഹി, ഞാൻ എന്തൊന്നു കൊണ്ടുവന്നുവോ അതിലും അവർ വിശ്വസിക്കുന്നത് വരെ. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു, ഷഹാദത്ത് അവർ അംഗീകരിച്ചു. എന്നിൽ അവർ വിശ്വസിക്കുകയും ഞാൻ കൊണ്ടുവന്നതിൽ അവർ വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ അവരോട് യുദ്ധമില്ല. മറിച്ച് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ ജനങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂലിൽ സത്യസന്ധമായ വിശ്വാസം ഉണ്ടാകണം. പ്രവാചകനിൽ വിശ്വസിക്കാത്തവൻ അവൻ കാഫിറാണ്, യാതൊരു സംശയവുമില്ല. അവൻ നരകാവകാശിയാണ്, നരകത്തിന്റെ അടയാളമാണത്. വമൻ ലം യുമിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദിനാ ലിൽകാഫിരീന സഈറാ. അല്ലാഹു പറഞ്ഞത് വമൻ ലം യുമിൻ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാത്തവൻ അവൻ എവിടെയാണ്? ഫഇന്നാ അഅ്തദിനാ ലിൽകാഫിരീന സഈർ, സത്യനിഷേധികളായ കാഫിറുകളായ ആളുകൾക്ക് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന്. അവർ നരകത്തിലാണ്, അവർ നരകാവകാശിയാണ്. ആര്? അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാത്തവൻ. നാളെ നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയും. 6 അടി മണ്ണിലേക്ക്, കബറിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ അവിടെ മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരും.
ആ മലക്കുകൾ നമ്മെ ചോദ്യം ചെയ്യപ്പെടും. അതിലൊരു ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. പ്രവാചകനിൽ വിശ്വസിക്കാത്ത, പ്രവാചകനെ കുറിച്ച് അറിയാത്ത, പ്രവാചകനെ പരിചയമില്ലാത്ത ഒരാൾക്ക് ഇതെന്റെ പ്രവാചകനാണെന്ന് പറയാൻ ഒരാൾക്കും ഖബറിലെ ചോദ്യത്തിന് സാധിക്കുകയില്ല. വിശ്വാസിയാണോ? അവന്റെ വിശ്വാസത്തെ എങ്ങനെ സ്വീകരിക്കും? അതിനുള്ള അടയാളം എന്താണ്? ഒരാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് അവനെ പരീക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം എന്താ? അടിമ സ്ത്രീയായ ഒരു പെണ്ണിനെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ചോദ്യമാണ് ആ പെണ്ണിനോട് ചോദിച്ചത്. ഒന്ന് ചോദിച്ചത് ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ് എന്നാണ്. ആ പെണ്ണ് മറുപടി പറഞ്ഞു ഫിസ്സമാ, അല്ലാഹു ഉപരിലോകത്താണ്, അല്ലാഹു ഉപരിലോകത്താണെന്ന് മറുപടി പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം റസൂലുള്ളാഹി ചോദിച്ചത് മൻ അന, ഞാൻ ആരാണ് എന്നാണ്. പ്രവാചകനെ കുറിച്ച് ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞ മറുപടി അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? അഅതിഖുഹ, അവളെ നീ അടിമയായി വെച്ചേക്കരുത്, അവളെ മോചിപ്പിച്ച് കളയ. ഫഇന്നഹാ മുഅ്മിന, അവൾ മുഅ്മിനാണ്, മുഅ്മിനായ പെണ്ണാണ് അവൾ, വിശ്വാസിനിയാണ് അവൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യജമാനനോട് അവിടുന്ന് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾ മുഅ്മിനാണോ എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സത്യസന്ധമായ വിശ്വാസം അയാൾക്കുണ്ടായിരിക്കണം. അതാണ് പ്രവാചകനോടുള്ള ഒന്നാമത്തെ നമ്മുടെ ബാധ്യത. രണ്ടാമത്തെ ബാധ്യത ത്വാഅതുഹു ഫീമാ അമർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച പ്രവാചകന്റെ കൽപ്പനകളെ അതനുസരിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ കൽപ്പനകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലെ, പ്രവാചകൻ അനുസരിക്കണം, പ്രവാചകൻ എല്ലാ കാര്യത്തിലും അനുസരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വറസൂലഹു വലാ തവല്ലൂ അൻഹു വഅൻതും തസ്മഊൻ. അല്ലാഹു നമ്മോട് പറഞ്ഞതാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അത്തീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വറസൂലഹു, അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് തൊട്ട് താഴെ അല്ലാഹു പറഞ്ഞ വർത്തമാനം എന്താ? വലാ തവല്ലൂ അൻഹു, ആ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, ആ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. വഅൻതും തസ്മഊൻ, ആ പ്രവാചകനെ അവതരിപ്പിക്കപ്പെടുന്ന ദിവ്യ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കെ ആ പ്രവാചകനെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കാൻ അല്ലാഹു നമ്മോട് പറഞ്ഞതാ, വിശ്വാസികളോട് പറഞ്ഞതാ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിലൂടെ, പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന ഗുണമെന്താ? അയാൾക്ക് ലഭിക്കുന്ന നേട്ടമെന്താ? വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചാൽ അവന് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ, ആ സ്വർഗ്ഗത്തോപ്പിൽ അവർ നിത്യവാസികളായിരിക്കും, സ്ഥിരതാമസക്കാരായിരിക്കും. ദാലികൽ ഫൗസുൽ അദീം, വമ്പിച്ച വിജയമാണത്, വലിയ വിജയമാണത് എന്ന് അല്ലാഹു പറഞ്ഞു. ഒന്നാമത്തെ ഗുണം സ്വർഗ്ഗപ്രവേശനം കിട്ടും ആരനുസരിച്ചാൽ? അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ എന്നുള്ളത്. ഇനിയോ അല്ലാഹുവിന്റെ ഇഷ്ടം, അവന്റെ മഹബ്ബത്ത്, അവന്റെ സ്നേഹം, അത് നമുക്ക് ലഭിക്കാൻ അല്ലാഹു പറഞ്ഞു തന്ന മാനദണ്ഡം എന്താ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പറഞ്ഞു, ഖുൽ പ്രവാചകരെ പറഞ്ഞേക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഇഷ്ടം അത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ള മാനദണ്ഡം ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം.
പിൻപറ്റണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള മാനദണ്ഡമായി അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുകയും അവിടുന്ന് പിൻപറ്റുകയും ചെയ്യണമെന്നാണ്. എങ്കിൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ ഏറെ കാരുണ്യവാനാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇനിയോ വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് സഫിലെ 2 ആയത്തുകളിലെ വേദനയേറിയ നരകശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങൾ റസൂൽ അല്ലാഹു എണ്ണി പറഞ്ഞപ്പോ ഒന്നാമത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസവും ആ പ്രവാചകനെ അനുസരിക്കുകയും ചെയ്യലാണ്. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അല്ലയോ സത്യവിശ്വാസികളെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും ലാഭകരമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ? ഒന്നാമത് റസൂലുള്ളാഹി പറഞ്ഞതെന്താ? അല്ലാഹു പറഞ്ഞതെന്താ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് നടത്തുക. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയും. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറഞ്ഞു നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ കത്തിജ്വലിക്കുന്ന അതുപോലെ തന്നെ വേദനയേറിയ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാനദണ്ഡമായി അല്ലാഹു പറഞ്ഞത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നല്ല. എന്നാ കിട്ടിയുള്ള ഗുണം എന്താ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അതാ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം, അതുകൊണ്ടുള്ള ഗുണം എന്താ? അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. മതിയോ? ഇല്ല. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. അവസാനിപ്പിച്ചില്ല, വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ, നിത്യവാസത്തിന്റെ സ്വർഗ്ഗത്തിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും എന്നല്ലാഹു പറഞ്ഞു. ദാലികൽ ഫൗസുൽ അദീം, അതൊരു വമ്പിച്ച വിജയമാണ്, വലിയ വിജയമാണ്. അതിനെന്ത് ചെയ്യണം? റസൂലുള്ളാഹിന്റെ കൽപ്പനകളെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യണം, പ്രവാചകനെ പിൻപറ്റണം. എങ്കിലേ ഈ നേട്ടങ്ങൾ, ഈ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇനി ഒരാൾ റസൂലുള്ളാഹിനെ അനുസരിക്കാതിരുന്നാലോ, പ്രവാചകനെ ധിക്കരിച്ചാലോ, പ്രവാചകനെ അനുസരിക്കാത്തവർക്കുള്ള ജാഗ്രത പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതാ. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം എന്ന് അല്ലാഹു പറഞ്ഞതാ. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അംരിഹി, റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് വിപരീതം പ്രവർത്തിക്കുന്നവർ, എതിര് പ്രവർത്തിക്കുന്നവർ, അവർ ജാഗ്രത പാലിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് വല്ല പരീക്ഷണവും വന്നു ഭവിക്കുന്നതിനെ തൊട്ട്, അവർക്ക് വല്ല പരീക്ഷണം വരുന്നതിനെ തൊട്ട് അവർ ജാഗ്രതയിലായിക്കൊള്ളട്ടെ. അതുകൊണ്ട് നിർത്തിയില്ല. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നതിനെ തൊട്ട് അവർ കാത്തുകൊള്ളട്ടെ എന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകാൻ. റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവർ ജാഗ്രത പാലിക്കട്ടെ എന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അവസാനിച്ചില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും അനുസരണക്കേട് പ്രവർത്തിച്ചാൽ, ധിക്കാരം പ്രവർത്തിച്ചാൽ, വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹു നിശ്ചയിച്ച അതിർത്തികൾ, അതിർവരമ്പുകൾ അതൊരാൾ ലംഘിച്ചാൽ, യുദ്ഖിൽഹു നാറ, അയാൾ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും. നരകമായിരിക്കും അവന്റെ സങ്കേതം. ആ നരകത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, ഖാലിദൻ ഫീഹാ, ആ നരകത്തിൽ അവൻ നിത്യവാസിയായിരിക്കും. നിരന്തരമായി അവൻ അവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. വലഹും അദാബുൻ മുഹീൻ,
അവന് നിന്ദ്യമായ ശിക്ഷ അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവർക്ക് നരകമുണ്ട്. ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അവർ നിന്ദ്യമായ ശിക്ഷക്ക് അനുഭവിക്കേണ്ടവരായിരിക്കും എന്ന് അല്ലാഹുവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിക്കാതിരുന്നാൽ, ആ പ്രവാചകനെ ധിക്കരിച്ചാൽ അത് അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, അല്ലാഹുവിനോടുള്ള അനുസരണക്കേടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ അത്വാഅനി ഫഖദ് അത്വാഅ അല്ലാഹ്. എന്നെ അല്ലാഹുവിനെ അനുസരിച്ചവൻ, അല്ല റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ, വമൻ അത്വാഅനി ഫഖദ് അത്വാഅ അല്ലാഹ്. റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചു. അപ്പോൾ റസൂലുള്ളാഹിനെ അനുസരിക്കുക, പ്രവാചകനെ പിൻപറ്റുക, അവൻ അല്ലാഹുവിനെയാണ് അനുസരിക്കുന്നത്. വമൻ അസ്വാനി ഫഖദ് അസ്വല്ലാഹ്. ആരെങ്കിലും റസൂലുള്ളാഹിക്ക് ധിക്കാരം പ്രവർത്തിച്ചാൽ, പ്രവാചകനെതിരെ അനുസരണക്കേട് കാണിച്ചാൽ, പ്രവാചകൻ പഠിപ്പിക്കാത്ത, പ്രവാചകൻ കാണിച്ചു തരാത്ത, പ്രവാചകൻ ചെയ്തില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് റസൂലുള്ളാഹിനോട് വിരോധം കാണിച്ചാൽ അവൻ അല്ലാഹുവിനോടാണ് വിരോധം കാണിക്കുന്നത്, അല്ലാഹുവിനോടാണ് അവൻ അനുസരണക്കേട് കാണിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവൻ പ്രവാചകനോട് വിമുഖത കാണിച്ചവനാണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, പ്രവാചകന്റെ അനുചരന്മാർ, ആ അനുചരന്മാരുടെ കൂട്ടത്തിൽ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി പഠിപ്പിച്ച ചര്യകളും അല്ല, ദുനിയാദീനിൽ ചര്യയാക്കപ്പെടാതെ പ്രവാചകന്റെ ഐച്ഛികമായ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവിടുന്ന് ഒപ്പിയെടുത്തുകൊണ്ട് അതനുധാവനം ചെയ്തുകൊണ്ടാണ് മുത്തബിഉസ് സുന്ന എന്ന് ചരിത്രത്തിൽ പേര് പറയാൻ കാരണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എത്രത്തോളം റസൂലുള്ളാഹിനെ അനുസരിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇറങ്ങുമ്പോ ആ പ്രവാചകൻ ആ ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്വഹാബത്ത് അവിടുന്ന് അനുസരിച്ചു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഹിജാബിന്റെ ആയത്തിറങ്ങിയ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവിടുത്തെ പത്നിമാരും അവിടുത്തെ സ്വഹാബ വനിതകളുമൊക്കെ തങ്ങളുടെ ഡ്രസ്സുകൾ കീറിക്കൊണ്ട് അവർ അത് മുഖമക്കരയാക്കിക്കൊണ്ട് അവരുടെ മാറിടങ്ങളിലേക്ക് തൂക്കിയിടുന്ന അവസ്ഥ ആയത്ത് കേട്ടപ്പോൾ തന്നെ റസൂലുള്ളാഹിനെ അനുസരിക്കണമെന്നതിന്റെ പേരിൽ അവർ സ്വീകരിച്ച ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എന്തു ചെയ്യണം? അനുസരിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കുക, ധിക്കാരം പ്രവർത്തിക്കാതിരിക്കുക, അത് റസൂലുള്ളാഹിനോട് നമ്മുടെ ബാധ്യതയാണ്, നമുക്ക് ചെയ്യാനുള്ള ബാധ്യതയാണ്. അതാണ് രണ്ടാമത്തെ ബാധ്യത. മൂന്നാമത് റസൂലുള്ളാഹിനോട് നമുക്കുള്ള ബാധ്യത എന്താ? തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നോ, പ്രവാചകൻ അറിയിച്ചു തന്ന കാര്യങ്ങളെ മുഴുവനും അസത്യപ്പെടുത്തുക, അത് നമ്മുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും വർത്തമാനങ്ങൾ പറയാറില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇഷ്ടപ്രകാരമോ ഇച്ഛപ്രകാരമോ സംസാരിക്കാറില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഹേച്ഛക്കനുസരിച്ച് ഒന്നും അവിടുന്ന് പറയാറില്ല. മറിച്ച് അല്ലാഹുവിന്റെ വഹി അനുസരിച്ചാണ് പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുന്ന് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ, അത് യാതൊരു എതിർപ്പും കൂടാതെ സ്വീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതാണ് നമുക്ക് റസൂലുള്ളാഹിനോടുള്ള ബാധ്യതയിൽ മൂന്നാമത്തെ കാര്യം. അത് അല്ലാഹു നമ്മോട് പറഞ്ഞതാണ്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറഞ്ഞു ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കണം. ഏതാണ് ആ പ്രവാചകൻ? അന്നബിയിൽ ഉമ്മിയിൽ ലദീ യുഅ്മിനു ബില്ലാഹി
വകലിമാതി, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ കലിമാത്തുകളിൽ വിശ്വസിക്കുന്ന ഉമ്മിയായ ആ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. വത്തബിഊഹു, ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുകയും അനുധാവനം ചെയ്യുകയും ചെയ്യണം. എങ്കിൽ ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളായേക്കാം. നിങ്ങൾ ഹിദായത്തിലാകാനുള്ള മാർഗം അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും, നിങ്ങൾ ഹിദായത്തിലാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. ഏത് കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ, സ്വഹീഹായ ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, അവിടുന്ന് ചെയ്തതാണ്, അവിടുന്ന് അംഗീകരിച്ചതാണെന്ന് സ്ഥിരപ്പെട്ടു വന്നാൽ യാതൊരു മടിയും കൂടാതെ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക, അതാണ് പ്രവാചകനോടുള്ള ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ, ഇസ്ലാമിലെ ഒന്നാമത്തെ വ്യക്തിത്വമായ, ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേരുണ്ട്, അസ്സുദ്ദീഖ് എന്നുള്ളൊരു സ്ഥാനപ്പേര്. അതെങ്ങനെ ലഭിച്ചത് അദ്ദേഹത്തിന്? റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകന്റെ ഇസ്റാഉം മിഅ്റാജും നടന്നപ്പോ അത് ശത്രുക്കൾ കളിയാക്കാനും പരിഹസിക്കാനും വേണ്ടി ഉപയോഗിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് അത് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ സത്യപ്പെടുത്തിയപ്പോ ആ സ്വഹാബിക്ക് അസ്സുദ്ദീഖ് എന്നുള്ള സ്ഥാനപ്പേര് അവിടുന്ന് ലഭിച്ചു എന്നുള്ളത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ, അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച അന്ത്യദിന പരലോകത്തിലുള്ള വിശ്വാസമാകട്ടെ, അതുപോലെ തന്നെ ഖബറിലെ രക്ഷാശിക്ഷകളാകട്ടെ, അങ്ങനെ തുടങ്ങി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഏത് കാര്യവും അത് നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തതാണ്, ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് പറഞ്ഞ് അതിനെ തള്ളാതെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ, സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് സത്യപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കൊച്ചാക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളായ ആളുകളുണ്ട്. അവരൊക്കെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട, ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. കാരണം അള്ളാഹിന്റെ റസൂല് പറഞ്ഞ് സത്യപ്പെടുത്തുമ്പോഴേ റസൂലുള്ളാഹിനോടുള്ള നമ്മുടെ മൂന്നാമത്തെ ബാധ്യത അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തെ ബാധ്യത എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്ന, അല്ലെങ്കിൽ പ്രവാചകൻ വിരോധിച്ച വൈജിതിനാബു മാ നഹാ അൻഹു വസജർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതിൽ വിട്ടു നിൽക്കുക, അകന്നു നിൽക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിട്ടു നിൽക്കണം. കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് സ്വീകരിക്കാൻ പറഞ്ഞു. എന്നതുപോലെ തന്നെ വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാ റസൂലുള്ളാഹിനോട് നമുക്കുള്ള ബാധ്യത. പ്രവാചകനോടുള്ള നമുക്ക് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ആ വാചകം ഉച്ചരിക്കുമ്പോൾ അതിലൂടെ നാം നിർവഹിക്കേണ്ടത് ഇതാണ്. ഏതാ? റസൂലുള്ളാഹ് വിരോധിച്ചത് ഒഴിവാക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏതൊന്നും നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നോ, റസൂലുള്ളാഹ് കാണിച്ചു തന്ന, പ്രവാചകൻ പറഞ്ഞു തന്ന, പ്രവാചകൻ അറിയിച്ചു തന്ന, പ്രവാചകന്റെ ഉത്തമ തലമുറയായ സ്വഹാബത്ത് ചെയ്യുകയോ അവിടുന്ന് വിശ്വസിക്കുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂല് ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. റസൂലുള്ളാഹി വിലക്കിയിട്ടുള്ള, ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള, വിരോധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. നിങ്ങളോട് ഞാൻ വിരോധിച്ച കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ഒഴിവാക്കണം. എന്നാൽ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഫഫ്അലൂ മിൻഹു മസ്തതഅതും, നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി അത് നിങ്ങൾക്ക് ചെയ്യാം. കൽപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്തോളണം കഴിയണമെന്നില്ല. പക്ഷെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, ചെയ്യാം. പക്ഷേ വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ഒഴിവാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊക്കെ വിരോധങ്ങളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച്? അല്ലെ, നെരിയാണിക്ക് താഴെ വസ്ത്രം താഴെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി വിരോധിച്ചതാ. അത് ഒഴിവാക്കുക എന്നുള്ളതാ റസൂലുള്ളാഹിനോടുള്ള ബാധ്യത. റസൂലുള്ളാഹി പറഞ്ഞത് നെരിയാണിക്ക് താഴെ വസ്ത്രം താഴാൻ പാടില്ല, ഫഹുവ ഫിന്നാർ, അത് നരകത്തിലാണെന്ന് പറഞ്ഞു. എങ്കിൽ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ റസൂലുള്ളാഹിനോടുള്ള സ്നേഹവും അവനോട് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബും ഉണ്ടെങ്കിൽ പ്രവാചകനോടുള്ള ബാധ്യതയായി റസൂലുള്ളാഹി പറഞ്ഞത് ആ കൽപ്പന സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ താടി പഠിക്കുക എന്നുള്ളത്
ഹറാമായ കാര്യം റസൂലുള്ളാഹി 20 ചില്ലാനും ഹദീസുകളിൽ സുഭിക്ഷമായി താടി വളർത്താൻ പറഞ്ഞു. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഇമാമുമാരും പറഞ്ഞു താടി വടിക്കൽ ഹറാമാണ് എന്ന്. എന്നിട്ടും ആ ഹറാമ് ചെയ്യുന്ന ആളുകൾ റസൂലുള്ളാഹിനോട് അവർക്ക് ഹുബ്ബുണ്ടോ? പ്രവാചകനോട് അവർക്ക് സ്നേഹമുണ്ടോ? അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കൽപ്പനകളെ, റസൂലുള്ള വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുകയല്ലേ അവർ ചെയ്യേണ്ടത്? അങ്ങനെ ഇസ്ലാം വിലക്കിയ, പ്രവാചകൻ വിലക്കിയ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്ന ഒരു സ്വഹാബി ഒരു സ്വർണത്തിന്റെ മോതിരം ധരിച്ചു വന്നു. ചരിത്രം നമ്മൾ കേട്ടതാണ്. ചരിത്രം പറയാനല്ല ഞാൻ അത് പറയുന്നത്, മറിച്ച് ആ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഹറാമാക്കിയതല്ലേ എന്ന് പറഞ്ഞ്, നിഷിദ്ധമല്ലേ എന്ന് പറഞ്ഞ് ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഊരി വലിച്ചെറിഞ്ഞ ചരിത്രമുണ്ട് ഇസ്ലാമിലെ ചരിത്രം. റസൂലുള്ള പോയപ്പോ മറ്റുള്ള സ്വഹാബികൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഏതായാലും ധരിക്കാൻ പാടില്ല, പുരുഷന് സ്വർണം ഹറാമാണ്, ധരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, എങ്കിൽ പോലും നിനക്കത് എടുത്തുകൊണ്ട് വേറെ വല്ല കാര്യത്തിനും ഉപയോഗിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ എന്റെ കയ്യിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞത് അതെത്ര വിലപിടിപ്പുള്ളതായാലും ശരി, ഇനി എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുചരന്മാർ, സ്വഹാബത്ത് പ്രവാചകന്റെ കൽപ്പനകളെ എങ്ങനെ സ്വീകരിച്ചുവോ ആ സ്വീകരണം ഉണ്ടാകണമെന്ന പ്രവാചകനോടുള്ള ബാധ്യതയാണത്. റസൂലുള്ള വിലക്കിയ, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി അകന്നു നിൽക്കുക എന്നുള്ളത്. ഈ ബാധ്യതകൾ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് റസൂലുള്ളാഹിനോട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവനാകുക, പ്രവാചകനോട് ഹുബ്ബുള്ളവനാകുക, സ്നേഹമുള്ളവനാകുക. ആ സ്നേഹമുള്ള റസൂലുള്ളാഹിനോടുള്ള ഈ ബാധ്യതകൾ നിർവഹിക്കാൻ വിശ്വാസികളായി നമ്മൾ ശ്രമിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പ്രവാചകനോടുള്ള വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ബാധ്യതകളിൽ 4 എണ്ണമാണ് പറഞ്ഞത്. ഒരെണ്ണം കൂടി പറയാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തേത് അല്ലാ യഅബുദല്ലാഹ ഇല്ലാ ബിമാ ശറഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതനിയമമാക്കി പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാവൂ, അള്ളാഹുവിനെ ആരാധിക്കണം. അപ്പൊ ഇബാദത്തായി, ആരാധനകളായി, ഇബാദത്തുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്, പ്രവാചകൻ പഠിപ്പിച്ചത്, അത് മാത്രമേ ഇബാദത്തായി ചെയ്യാൻ പാടുള്ളൂ. ആരാധനകൾ പഠിപ്പിക്കപ്പെട്ട പോലെ മാത്രമേ അത് പാടുള്ളൂ. ആ ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ജുമുഅ ഖുത്ബ നിർവഹിക്കുന്നു, ഇതിനുശേഷം 2 റക്അത്ത് ജുമുഅ നമസ്കരിക്കുന്നു. ഈ നമസ്കാരം എങ്ങനെയാകണം? ഈ ഖുത്ബ എങ്ങനെയാകണം? ജുമുഅ എങ്ങനെ നമസ്കരിക്കണം? പെരുന്നാൾ നമസ്കാരം എങ്ങനെയാണ്? മയ്യത്തിനുള്ള ജനാസയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എങ്ങനെയാണ്? ഇങ്ങനെ ഓരോ ഇബാദത്തും, നമ്മൾ ചെയ്യുന്ന സക്കാത്ത് എങ്ങനെയാണ്, നോമ്പ് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു ഇബാദത്തും ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാതെ ഒരു ഇബാദത്തും പഠിപ്പിക്കാതെ ഒന്ന് വിട്ടേച്ചു പോയിട്ടില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നവനായി മാറുമെന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തായി പഠിപ്പിച്ചു തന്ന, നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ച്, അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് ലഭിച്ച് 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ 12-ന് വഫാത്താകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ, പുണ്യമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ, സുന്നത്തായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ, അമൽ സ്വാലിഹാത്തുകളിൽപ്പെട്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു അധികത്തിലുള്ള ഒരു പുണ്യം, ഒരു നന്മ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കാം. നമ്മളാണ് നമ്മുടെ ഇബാദത്തുകൾ ഹറാമുകൾ ചെയ്ത്, ബിദ്അത്തുകൾ ചെയ്ത്, ശിർക്കുകൾ ചെയ്ത് നരകത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ ഇബാദത്തുകൾ നമുക്കാണ് ഉപകാരപ്പെടേണ്ടത്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് അവനവന്റെ ബാധ്യതയാണ്.
അതുകൊണ്ട് തന്നെ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിലേക്ക് പ്രവേശിച്ചു. നമ്മളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിലാ. നമ്മുടെ നാട്ടിൽ കാണുന്ന 1 മുതൽ തുടങ്ങിയ എന്തൊക്കെ ഇസ്ലാമിന്റെ പേരിലില്ലാത്ത ഇബാദത്തുകളാണ് നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്റെ ഉത്തമ തലമുറക്കാരായ സ്വഹാബികൾ അവരാരെങ്കിലും ഇങ്ങനെ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും സൽക്രമങ്ങൾ, എന്തെങ്കിലും പുണ്യങ്ങൾ അവിടുന്ന് ചെയ്തതായിക്കൊണ്ട് എന്തെങ്കിലും രേഖകളിലുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഏത് വിഷയങ്ങൾ എടുത്താലും, ഈ മാസത്തിൽ നടക്കുന്ന എന്ത് പ്രവർത്തനങ്ങൾ എടുത്താലും അതൊക്കെ നമ്മുടെ അഖീദയുമായി, വിശ്വാസവുമായി ബന്ധപ്പെട്ടതായാലും നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതായാലും ശരി, കൃത്യമായി അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ, മതത്തിൽ അവിടുന്ന് പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു ഇബാദത്ത്, ഒരു ആരാധനാകർമ്മം, ഒരു സൽക്കർമ്മം, ഒരു നന്മ അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ പരലോകമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് നമ്മുടെ ബാധ്യത എന്താ? റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ അമലുകൾ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക. റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? ചെയ്യരുത്, അത് പാടില്ല. കാരണം എന്ത്? അത് ഏത് വലിയ ഹോജ പറഞ്ഞാലും, ഏത് വലിയ ഷെയ്ഖ് പറഞ്ഞാലും ശരി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആരാധനകളും ഇബാദത്തുകളും നന്മകളും സൽക്രമങ്ങളുമേ ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാത്ത കർമ്മങ്ങളൊക്കെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്ത, ഈ ദീനില്ലാത്ത ഒരു കാര്യം ആരെന്ത് ചെയ്താലും അതൊക്കെ തിരസ്കരിക്കപ്പെടുന്നതാണ്, തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് അവനക്ക് പ്രതിഫലം കിട്ടൂല. 1. 2, അത് ചെയ്തതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കും. മാത്രമല്ല അതിലൂടെ ചെയ്യുന്ന ശിർക്ക് കാരണത്താൽ ശാശ്വതമായവൻ നരകാവകാശിയായിക്കോ. അതുകൊണ്ട് ആ ഗൗരവങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിലാണെന്ന് പരിശോധിക്കാൻ വിശ്വാസികളായ നമ്മൾ ശ്രമിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിലും അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും അല്ലാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين اللهم دمر اعداءنا واعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين والحمد لله رب العالمين.